നമ്മള് ഇതുപോലെ തന്നെ പല നേരത്തെ പറഞ്ഞ ഒരു കഥയുടെ കൂട്ട് തന്നെ ഇത് ഒരു അറ്റ് എ ടൈം നിങ്ങളൊരു സെയിൽസിലുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യും. മേ ബി ഒരു യങ്സ്റ്റർ ഹു ഇസ് ട്രൈങ് ടു ബിൽഡ് ഹിസ് കരിയർ ഇൻ സെയിൽസ്, ഡെഫിനറ്റ്ലി ദ സ്റ്റോറി ഷുഡ് ഹെൽപ്പ് യു. എല്ലാം വിത്ത് നമ്മളൊരു ഈ എൽഡേഴ്സിന്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ദ മാർക്കറ്റ്. കാരണം പ്രത്യേകിച്ചും കേരളത്തില് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലുള്ള കഥയാണ്. ഒരു 10-15 years ബാക്ക് അന്ന് തൊട്ട് ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും the situation is actually a lot disturbing for many like elders in Kerala. അപ്പൊ ഈ ഡിസ്റ്റർബിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു പ്രശ്നവും അവരനുഭവിക്കുന്ന ഒരു വലിയ ലോൺലിനെസ്സും ഒക്കെയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോജക്റ്റിന്റെ അനൗൺസിങ്, അതിന്റെ ലോഞ്ച്, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിന്റെ ഡേറ്റ് നമുക്ക് എടുത്തു തന്നു. അതിന്റെ ഇന്ന ഡേറ്റ് സംഭവിക്കാൻ പോകുന്നു. സോ വി സ്റ്റാർട്ടഡ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഇൻ നിയർ ബൈ സറൗണ്ടിങ്സ് ഓഫ് ദാറ്റ് പ്രോജക്ട്. നമ്മൾ ഈ പറയുന്ന ഒരു 1/2 kilometer 1 kilometer റേഡിയസിൽ അതിന്റെ സറൗണ്ടിങ്സിൽ കംപ്ലീറ്റ്ലി വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഇൻവൈറ്റ് എവറി റെസിഡൻസ് ഔട്ട്. ഇപ്പൊ ചെറുപ്പോ വലിപ്പോ നോക്കാതെ നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. വിൽ ആസ്ക് ദം ഷുഡ് കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ ഇവന്റ്. കാരണം പ്രോജക്റ്റ് ഇങ്ങനെ വരാൻ പോകുന്നു, സോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ അന്ന് എൻ്റെ കൂടെ ഞാനൊരു കുറച്ച് സീനിയർ ലെവലിലേക്ക് മാറി. ഐ ഹാഡ് എ ട്രെയിനിങ് വിത്ത് മീ ദാറ്റ് ടൈം. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ലെവലിൽ ഒരു ആളോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വി ആർ ജസ്റ്റ് ഗോയിങ് ആൻഡ് മീറ്റിംഗ് പീപ്പിൾ അറൌണ്ട് ദ പ്രോജക്ട്. അപ്പൊ ഈ പ്രോജക്റ്റ് പെർട്ടിക്കുലർലി ഒരു സ്പോട്ടിൽ നിൽക്കുന്നെങ്കിൽ അതിന്റെ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിട്ട് ഒരു റെസിഡൻഷ്യൽ കോളനി പോലുള്ള ഒരു വഴിയിലോട്ട് കയറിയിട്ട് വി ആർ മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ഇങ്ങനെ പോയി വി ഹാഡ് വൺ ലാസ്റ്റ് ലീഫ്ലെറ്റ് വിത്ത് us. ഒരു ലാസ്റ്റ് ഒരു നോട്ടീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ ദിസ് ഫെലോ ടോൾഡ് മീ, എന്താ പറയണ, ചേട്ടാ ഇതിപ്പോ നമുക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവാം. ഐ ജസ്റ്റ് ടോൾഡ്, എടാ ലാസ്റ്റ് ഒരു വീടല്ലേ ഉള്ളൂ, നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്കാം എന്താ കാര്യങ്ങളെന്നുള്ളത്. അപ്പം ഞാനും ഈ പറഞ്ഞ ആളും ബാസിത്ത് എന്നാണ് ആളുടെ പേര്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പേര് ബാസിത്ത് എന്നാണ്. സോ ഞാനും ബാസിത്തും കൂടെ ചെന്നിട്ട് ഈ പറഞ്ഞ പ്രോജക്റ്റിൽ, ഈ പറഞ്ഞ വീട്ടിൽ ലാസ്റ്റ് ആയിരുന്ന ഒരു വീട്ടിൽ കയറിയിട്ട് വി ജസ്റ്റ് എന്താ കോളിംഗ് ബെല്ല് അമർത്തുന്നു. ഒരു കണ്ട നല്ല ഐശ്വര്യമുള്ള ഒരു അപ്പച്ചൻ ഇറങ്ങി വരുന്നു. അപ്പം ആള് ഇറങ്ങി വരുന്നു. ഞങ്ങളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സാർ ഇന്ന പോലെ ഇന്ന ഡെവലപ്പേഴ്സ് വി ആർ പ്ലാനിങ് ടു ലോഞ്ച് എ പ്രോജക്റ്റ്. അപ്പൊ ഈ പുള്ളി പറയുന്ന, ഞാൻ ഇത് കണ്ടിരുന്നു, അവിടെ നിങ്ങളുടെ ഇതൊക്കെ കണ്ടിരുന്നു, ബാനേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു, എന്നത്തേക്കാ ലോഞ്ച് അനൗൺസ് ചെയ്യുന്നത്, എന്നത്തേക്കാ കംപ്ലീറ്റ് ആവുന്ന കാര്യങ്ങൾ. ഈസിലി ദിസ് ഫെലോ ഹി വാസ്, കാരണം ഭയങ്കര ഈസി ആയിട്ട് ആള് ഞങ്ങളുമായിട്ട് കമ്പനി അടിക്കുന്നു. ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് വെരി ഫൈൻ, ഗുഡ്. അപ്പം സാറിന് എന്തെങ്കിലും ഒരു താല്പര്യം കാണും. അപ്പൊ ചോദിച്ചു വന്നപ്പം രസമാണ്. കാരണം ആളുടെ മകൻ നേവിയിലാണ്. നേവിയിൽ എന്തോ ഒരു നേവിയിൽ പൈലറ്റ് എന്തോ ആണ്. ഹിസ് ഹോൾഡിങ് എ ടോപ്പ് പൊസിഷൻ ദർ. മകളും ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒന്ന് ദുബായിലോ യുഎയിലോ എന്തോ ആണ്. ഷീസ് ഓൾസോ ഹോൾഡിങ് എ ഗുഡ് പൊസിഷൻ ദർ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് നോക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ വരാം, എന്തായാലും ഫംഗ്ഷൻ അല്ലേ, ഒന്ന് വരാം. ഗുഡ്. എന്തായാലും പ്രോജക്റ്റ് ലോഞ്ചിങ്ങിന്റെ അന്ന്, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓപ്പണിങ്ങിന്റെ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സാറ് വന്നു. സാറും മാഡവും വന്നു. പ്രോജക്റ്റ് ഒക്കെ കണ്ടു. ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ലൈക്ക് ഫങ്ഷൻസിലൊക്കെ ഒന്ന് പാർട്ടായിട്ട്. ആൻഡ് ഷീ ജസ്റ്റ് മെൻഷൻ സംതിങ് ലൈക്ക് എന്താ ഒരു ഞങ്ങളുടെ ഈ പറഞ്ഞ GM സൈഡിൽ നേരത്തെ പറഞ്ഞ ഷിൻഡോ സാറിനോട് ഒരു മെൻഷൻ ലൈക്ക് ഗുഡ് അബൌട്ട് മീ ഓൾസോ, മൈസെൽഫ്, എന്നെ കുറിച്ചും മറ്റേ ബാസിനെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അഗെയിൻ അവർ GM told us, Station, you just keep an eye on him. He might take one. Okay, good. ഞാൻ ഇതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെ സൈറ്റ് വിസിറ്റ് ഉണ്ടാകുമ്പം ഐ യൂസ് ടു വിസിറ്റ് ഹിം. ഈ വീട്ടിൽ പോയിട്ടൊന്നും അപ്പൊ ഈ വീട്ടിൽ പോയാൽ നമുക്ക് സന്തോഷമുള്ള വേറൊരു കാര്യങ്ങളുണ്ട്. കാരണം ഈ സാറിനോട് കമ്പനി ആകുമ്പം അവിടുത്തെ അമ്മച്ചി നല്ലൊരു ലൈക്ക് ഷീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ, ഭയങ്കര പാഷനേറ്റ് ആ കുക്കിങ്ങില്, പ്രത്യേകിച്ച് ബേക്കിങ്ങിലും അതിലും ഒക്കെ. അപ്പം പുള്ളിക്കാരത്തി ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്ക്സും മിൽക്ക് ഷേക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഞങ്ങള് വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്ന പതിവായി.
ഫൈനലി ഒരു വിത്തിൻ എ മന്ത് ടൈം കാരണം പുള്ളി ചോദിച്ചു ജയശങ്കർ നിങ്ങളുടെ സോഫ്റ്റ് ലോഞ്ച് ഒക്കെ ക്ലോസ് ചെയ്യാറായോ, നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫേഴ്സ് ഒക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അപ്പം ഓൾമോസ്റ്റ് ഒരു മാക്സിമം ട്രൈ ചെയ്യാം, ലൈക്ക് ഹോപ്പ് അവർ ഫിനിഷ് ചെയ്തിട്ടില്ല, വിൽ ട്രൈ ഫോർവേഡ്. എന്തായാലും ആ സംസാരം കൊണ്ടുവന്ന് എത്തിച്ചത് ആ പ്രോജക്റ്റിലുണ്ടായിരുന്ന ഒരു പെൻഡ് ഹൗസിലാണ്. ഇപ്പം പെൻഡ് ഹൗസ് ഐ മീൻ ടു സേ 2 യൂണിറ്റ് കമ്പൈൻഡ് ആയിട്ട്. കാരണം അവർക്ക് 2 പ്രശ്നങ്ങളാണ്. ഒന്ന് they were just trying and finding out, ഞാൻ പറയുന്നത് trying and finding out what exactly a community should mean to them. കാരണം അവർക്ക് ഈ ഇൻവോൾവ്മെന്റ്സ്, കാരണം മക്കളൊക്കെ ഇല്ലാത്തതിന്റെ ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇവരന്ന് ആ പ്രോജക്റ്റിൽ വന്നപ്പോഴും അവിടെ അന്ന് വന്നിരുന്ന ക്ലയൻസിനെയും ഒക്കെ കണ്ടപ്പോഴും ഒക്കെ തന്നെ ദേ ന്യൂ മെനി ഓഫ് ദം. അവർക്ക് പലരെ അറിയാം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ, അവിടെ വരാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെ പലരെ അറിയാം. അവരോടൊക്കെ അന്വേഷിച്ചപ്പോഴും ദേ ഓൾ സെഡ് yeah we are booked on apartment there, we are booked on unit there. അപ്പം ഇവരുടെ അത്രയും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ഇനിയും ഇങ്ങനൊരു എന്താ ഒരു ലോണ്ടി ഇതിൽ വരില്ല, താങ്കളുടെ വേവ് ലെങ്ത്തിലുള്ള ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ മിംഗ്ലിംഗ് എക്സ്പെക്ട് ചെയ്തിട്ട് ആൻഡ് ദേ മെയ്ഡ് വൺ ഓഫ് ദ ടോപ്പ് പർച്ചേസസ് in that project. ഞാൻ എന്താ ഈ കഥ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് തന്നെ ഒരിക്കലും നിങ്ങൾക്കൊരു ചെറിയ ലിങ്ക് പോലും വിട്ട് കൊടുക്കരുത്. നിങ്ങൾ അതിലെ മാക്സിമം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഒരു സെയിൽസ്മാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം മെനി പേരൻസ് ആർ ഫീലിംഗ് ദിസ്. കാരണം അവർക്കൊരു നല്ല കമ്മ്യൂണിറ്റിയിൽ ചെന്നെത്തി ഒരു ഈസി മിംഗ്ലിംഗ്, ഈസി ഗോയിങ് വിത്ത് ദ നെയ്ബർഹുഡ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ജസ്റ്റ് വാണ്ടഡ് ടു ലീവ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് സൈഡ്. അവരുടെ വേവ് ലെങ്ത്തിൽ പെടുന്ന ആൾക്കാരുമായിട്ട് കൂടിച്ച് ലൈക്ക് മിംഗിൾ ചെയ്യാനും അതിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇന്റൻഷനലി ദേ ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അതൊരു എന്താ പറയേണ്ടത്, ഈവൻ നവഡേസ് ഇറ്റ്സ് എ ലോട്ട് ഡെവലപ്പിംഗ് ഇൻ കേരള. കാരണം ഈ ഒരു എൽഡർ കെയറിന്റെ ഭാഗമായിട്ട് ഈ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ദ ചിൽഡ്രൻ ഷുഡ് കീപ് ആൻ ഐ ഓൺ ദ. കാരണം എങ്ങനെ താങ്കളുടെ പേരൻസിനും ഒരു എൻഗേജ്മെന്റ് ഇറ്റ്സ് എ നെസസിറ്റി.